ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത് എബ്രായലേഖനം 8-ാം അധ്യായമാണ്. പ്രത്യേകിച്ച് 8-ാം അധ്യായം തുടക്കം നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അഹരോനേക്കാൾ വലുത് എന്നുള്ളത് അതിൻ്റെ ടോട്ടൽ ചിന്തയിൽ നിന്നുകൊണ്ടാണ് നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദവി. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഭാവിയിൽ 1000 ആണ്ട് വാഴ്ചയിൽ എന്താണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്? എക്സാക്ട്ലി അതേ കാര്യമാണ് ദൈവജനത്തിന് ഇന്ന് പുതിയ നിയമത്തിൽ ദൈവം നൽകുവാനിടയായിത്തീർന്നു. നമ്മൾ മനസ്സിലാക്കിയത്, ഇന്ന് പുതിയ നിയമത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും ഒരു പുറമേയുള്ള ചട്ടങ്ങൾ കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ നല്ല ആത്മാവ് നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ച് ദൈവം തന്നെ ഉള്ളിൽ തന്ന മാറ്റം കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. രാത്രി നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചാപ്റ്റർ 9, ഹീബ്രൂസ് ചാപ്റ്റർ 9. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ പോകുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 1 to 10. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ശബ്ദമുയർത്തി നമുക്ക് ഒരുമിച്ച് അത് വായിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 9th ചാപ്റ്റർ നോട്ട് ചെയ്താട്ട്. 9-ാം അധ്യായം പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത് ദ ന്യൂ സാങ്ച്വറി ആൻഡ് ദ പെർഫെക്റ്റ് സാക്രിഫൈസ്. ദ ന്യൂ സാങ്ച്വറി ആൻഡ് ദ പെർഫെക്റ്റ് സാക്രിഫൈസ്. 9-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്, അതിൻ്റെ ഹെഡിങ് പുതിയ കൂടാരവും അതിലെ യാഗവും. ദ ന്യൂ സാങ്ച്വറി ആൻഡ് ദ പെർഫെക്റ്റ് സാക്രിഫൈസ്. പ്രധാനമായിട്ട് അതിനെ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കാൻ പോകുകയാണ്. ചാപ്റ്റർ 9 വി മേ ഡിവൈഡ് ഇൻടു 2. ദ ഫസ്റ്റ് പോർഷൻ, ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് സാങ്ച്വറി ആൻഡ് സാക്രിഫൈസ്. പഴയ നിയമത്തിൻ്റെ കൂടാരവും അതിൻ്റെ യാഗങ്ങളും. ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് സാങ്ച്വറി ആൻഡ് സാക്രിഫൈസസ്. അതാണ് ചാപ്റ്റർ 9 വേഴ്സ് 1 to 10. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ പോർഷൻ, ദ ന്യൂ കവനന്റ് സാങ്ച്വറി, പുതിയ നിയമത്തിൻ്റെ കൂടാരവും, ആൻഡ് സാക്രിഫൈസ്, അതിൻ്റെ യാഗവും. രണ്ടാമത്തെ ഭാഗം, ദ ന്യൂ കവനന്റ് സാങ്ച്വറി ആൻഡ് ഇറ്റ്സ് സാക്രിഫൈസ്. അതാണ് 11 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പോർഷൻ വീണ്ടും നിങ്ങൾ നോട്ട് ചെയ്താട്ട്, ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് സാങ്ച്വറി ആൻഡ് സാക്രിഫൈസ്. അതാണ് നമ്മൾ ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് സാങ്ച്വറി ആൻഡ് ഇറ്റ്സ് സാക്രിഫൈസ്. നമ്മൾ അതിനെ 2 ഭാഗങ്ങളായിട്ട് വീണ്ടും തിരിക്കുന്നു. ചാപ്റ്റർ 9 വേഴ്സ് 1 to 10 വി മേ ഡിവൈഡ് അഗെയിൻ ഇൻടു 2. ദ ഫസ്റ്റ് പോർഷൻ, ദ ഹോളി ടെമ്പിൾ under the Old Testament time. പഴയ നിയമകാലത്തിലെ വിശുദ്ധ മന്ദിരം. പഴയ നിയമകാലത്തിലെ വിശുദ്ധ മന്ദിരം. വേഴ്സ് 1 to 5. 1 മുതൽ 5 വരെയുള്ള വാക്യം. നെക്സ്റ്റ് പോർഷൻ, ദ മിനിസ്ട്രി ഇൻ ദ ടാബർനാക്കിൾ. സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷ. ദ മിനിസ്ട്രി ഇൻ ദ ടാബർനാക്കിൾ. 6 മുതൽ 10 വരെയുള്ള വാക്യം. 6 to 10. 6 മുതൽ 10 വരെയുള്ള വാക്യം. അതിൽ ഇന്ന് രാത്രി നമ്മൾ ആ ഫസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ ഹോളി ടെമ്പിൾ അണ്ടർ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് ടൈംസ്. നോട്ട് ചെയ്താട്ട്, ദ ഹോളി ടെമ്പിൾ അണ്ടർ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് ടൈംസ്. പഴയ നിയമകാലത്തിലെ കൂടാരം. അതിന് ആധാരമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ അതിൻ്റെ ഫസ്റ്റ് വേഴ്സ് നമ്മൾ വായിച്ചിട്ട് ഞാൻ താഴോട്ട് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുവാൻ പോകുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ഭാഗമാണ്. എന്നാൽ ആരെങ്കിലും ഒരാൾ 1-ാമത്തെ വാക്യം വായിച്ചിട്ട് വേഴ്സ് 1. വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട 1-ാമത്തെ പോയിന്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആദ്യ നിയമത്തിനും, ഈവൻ ദ ഫസ്റ്റ് കവനന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റമെന്റ്, 1-ാമത്തെ നിയമത്തിനും എന്തുണ്ടായിരുന്നു? ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർഡിനൻസ് ഫോർ ദ വർഷിപ്പ്. അപ്പോൾ ആരാധനയ്ക്ക് ഒരു ചട്ടമുണ്ട്.
ആരാധനയ്ക്ക് പഴയ നിയമത്തിൽ ഒരു ചട്ടമുണ്ട്. അവിടെ പറയപ്പെടുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന ഒന്നാമത്തെ ഭാഗം ഇതാണ്: എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു, അത് ലൗകികമാണ്. ഞാൻ അതിലേക്ക് കടന്നു വരുന്നതായിരിക്കും. എന്നാൽ അതിന് മുൻപ് പറയപ്പെടുന്ന ഭാഗം ഇപ്രകാരമാണ്: എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ അതിന് ഒരു ചട്ടമുണ്ട്. ആദ്യ നിയമത്തിനും ഒരു ചട്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോഴത്തെ നിയമത്തിനും എന്തോ ഉണ്ട്, ചട്ടമുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഒരു ചട്ടമുണ്ട്, ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഒരു നിയമമുണ്ട്. എങ്ങനെയെങ്കിലും ദൈവത്തെ ആരാധിക്കാമെന്നല്ല. പിന്നെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആരാധനയ്ക്ക് ഒരു ചട്ടമുണ്ട്, ഒരു നിയമമുണ്ട്. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ആരാധന ചില നിയമങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ചോട്ട് ഡ്യൂട്രോണമി ചാപ്റ്റർ 12 വേഴ്സ് 5 and 6. ഡ്യൂട്രോണമി ചാപ്റ്റർ 12 വേഴ്സ് 5 and 6. ദൈവം കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ ആരാധനയ്ക്ക് ഒരു സ്ഥലമുണ്ട്, ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ട്. അവിടെയാണോ ദൈവത്തെ ആരാധിക്കേണ്ടത്. മറ്റുള്ള സ്ഥലത്തിൽ അവർ വർഷിപ്പുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആലയത്തിലേക്ക് അവർ കടന്നു പോകണം. ദൈവം ഒരുക്കിയതായിരിക്കുന്ന ദൈവം പറഞ്ഞിട്ട് പണി കഴിപ്പിച്ച സമാഗമന കൂടാരത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. വായിച്ചിട്ട് അതിൻ്റെ വേഴ്സ് 8 ആ വാക്യം നിങ്ങൾ എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഡ്യൂട്രോണമി ചാപ്റ്റർ 12 വേഴ്സ് 8 വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു വാക്യമാണത്. ഡ്യൂട്രോണമി ചാപ്റ്റർ 12 വേഴ്സ് 8 മനസ്സിലാക്കണം. ആ വേർഡ് നാം ഇന്ന് എവിടെയാണെന്നറിയാമോ? വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽവരായിരിക്കുമ്പോൾ ഇന്നും അവരാരാധിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് ബോധിച്ചതുപോലെയാണ്. അവരുടെ ചിന്തയ്ക്കനുസരണമായിട്ട് അവരെ ആരാധിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ആരാധിക്കുവാൻ യോഗ്യതയുള്ളവരാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, ആരാധിക്കുവാൻ യോഗ്യതയുള്ളവരാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ആർക്കെ ആരാധിക്കുവാൻ പറ്റത്തുള്ളൂ? അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി മുഖാന്തരമായിട്ട് പരിച്ഛേദന ഏറ്റവരാണ് ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ഇവരെല്ലാവരും പരിച്ഛേദന ഏറ്റവരായതുകൊണ്ട് ഇവർക്ക് ദൈവത്തെ ആരാധിപ്പാൻ അവകാശമുണ്ട്. എന്നാൽ ഇവിടെ മരുഭൂമിയിൽ ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഓരോരുത്തർക്ക് ബോധിച്ച പ്രകാരമാണ്, സ്വന്തം ഹിതത്തിനനുസരണമായിട്ട്. എന്നാൽ ദൈവം അവരോട് മുൻപ് കൂട്ടി കൽപ്പിക്കുകയാണ്, നിങ്ങൾ വാഗ്ദത്ത നാട് അവകാശമാക്കുമ്പോൾ, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ഇവിടെ വെച്ച് നിങ്ങൾ ആരാധിച്ച പോലെ നിങ്ങൾ ആരാധിക്കരുത്. ദൈവമക്കൾ അത് മനസ്സിലാക്കണം. ഇതിന് സ്പിരിച്വലി നമ്മൾ ഡിസേൺ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, ചെങ്കടൽ കടന്നാടിയ ദൈവത്തിന്റെ ജനം മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർക്കും ബോധിച്ച പ്രകാരം ദൈവത്തെ ആരാധിച്ചുവെങ്കിൽ ദൈവം അവരോട് അവിടെ വെച്ച് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ആരാധിക്കുന്നത് പോലെ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട് അഥവാ കനാൻ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ബോധിച്ച പോലെ ദൈവത്തെ ആരാധിക്കുവാൻ തുനിയരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ദൈവം വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു കനാൻ നാട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് തങ്ങൾക്ക് യോജിച്ച രീതിയിൽ, തങ്ങൾക്ക് ബോധിച്ച രീതിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമായിട്ട് ദൈവത്തെ, ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ വേർഡ്, ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചു. എന്തുകൊണ്ട് ദൈവം ഇവിടെ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ മരുഭൂമി
മരുഭൂമിയിൽ വെച്ച് അവർക്ക് ബോധിച്ച വിധത്തിൽ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് മരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു, കഷ്ടത അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ദൈവം അവരെ കൊണ്ടുപോകുന്നത് പാലും തേനും ഒഴുകുന്ന സ്ഥലത്തിലേക്കാകിയാൽ ഒരു സമൃദ്ധി അവർ കൈവശമാക്കണമെങ്കിൽ ദൈവം തന്നെ നനയ്ക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ, ദൈവം തന്നെ വളർത്തുന്ന വൃക്ഷങ്ങള് സസ്യങ്ങളുള്ള സ്ഥലത്തിലേക്ക് ദൈവരെ കൊണ്ടുപോകുമ്പോൾ അവർ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് അവർക്ക് ബോധിച്ച പ്രകാരം ആരാധിക്കുവാനിടയാകരുത്. ഇതിൽ കൂടെ ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് വീണ്ടെടുക്കപ്പെട്ട നമ്മൾ, ചെങ്കടൽ കടന്നു മാറിയ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ബോധിച്ച രീതിയിലൊക്കെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. എല്ലാം ദൈവത്തിന് യോജിച്ച രീതിയിലാണോ? ഒരിക്കലുമല്ല. നമുക്കെല്ലാവർക്കും നമ്മുടേതായിരിക്കുന്ന വീക്ക്നെസ് ഉണ്ട്. അതാര് എന്ത് പറഞ്ഞാലും, ഞാൻ ദൈവാത്മാവിൽ തന്നെയാണ് നടക്കുന്നത് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അത് ശുദ്ധ ഭോഷ്കാണെന്ന. കാരണം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വരെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആക്ച്വലി എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നുവെങ്കിലും എനിക്ക് ആ തിന്മ എന്നിൽ കാണുവാനുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ വീക്ക്നെസ് ഉണ്ട്. എന്നാൽ ഓരോരുത്തരുടെ വീക്ക്നെസ് അതിന് വേരീസ്, അതിന് വ്യത്യാസം വന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനിയും നമ്മൾ വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട് അവകാശമാക്കുമ്പോൾ അവിടെ ബോധിച്ച രീതിയിൽ അവിടെ ആരാധനയില്ല. അവിടെ ഒരൊറ്റ രീതിയിലെ ആരാധനയുള്ളൂ, ദൈവത്തിന് ഹിതകരമായ രീതിയിൽ. അതുകൊണ്ടാണ് ദൈവം ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യുന്നത്, ദൈവത്തെ അനുസരിപ്പാനുള്ള ഒരു രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ ദൈവം കൊണ്ടുപോകാൻ കാരണമായിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ചെന്നിട്ട് ആരെയും തൃപ്തിപ്പെടുത്താൻ, ഇവിടെ വെച്ച് നമുക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്. ആ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിനെ കാണുന്നത് എനിക്കത് മോശമൊന്ന് കാണാൻ, എനിക്ക് ദാവീദിനെ ഒന്ന് കാണണം, എനിക്ക് പൗലോസിനെ ഒന്ന്, ഇങ്ങനെയൊക്കെ വലിയ ആഗ്രഹമുണ്ട്. യേശു ക്രിസ്തുവിനെ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗം നിറഞ്ഞു നിൽക്കുന്ന കർത്താവായ യേശു ആണെങ്കിലും നമുക്ക് അതിനേക്കാൾ മറ്റു പലതും കാണുവാൻ ആഗ്രഹം. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടവും വലവും മൂവ് ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ പറ്റത്തില്ല. മനസ്സിലായോ? ബോധിച്ച പോലെ നടക്കേണ്ടവരൊക്കെ ഇവിടെ നടന്നോണം. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബോധിച്ച നടപ്പില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിട്ടുള്ള മൂവ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു ധനവാനോട് കർത്താവായ യേശു പറഞ്ഞത്, കുഞ്ഞേ, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ നോക്കിയാലും നടക്കത്തില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ നോക്കിയാലും പറ്റത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചോണം, ഇവിടെ വെച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാരോ നമ്മുടെ കുഞ്ഞുങ്ങളോ ഒക്കെ മരിച്ചു പോവുമെങ്കിൽ അങ്ങ് മേളിൽ പോയിട്ട് അവരാരും നമുക്ക് വേണ്ടി മധ്യസ്ഥതയോ പക്ഷപാതോ വഹിക്കത്തില്ല. അവർ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടായിരിക്കുന്ന സത്യമാണ്. പക്ഷെ ഇന്ന് ദൈവം അവരെ ഏൽപ്പിച്ചൊരു ജോലിയുണ്ട്, അത് ചെയ്തുകൊണ്ട് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ബോധിച്ച രീതിയിൽ നടക്കുന്ന പോലെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ബോധിച്ച രീതി അവിടെ ഇല്ല. ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെ ബോധിച്ച രീതി പറ്റും. നരകത്തിൽ പോയാൽ നരകത്തിൽ പോയി, സ്വർഗത്തിൽ പോയാൽ സ്വർഗത്തിൽ പോയി, ഇഷ്ടം പോലെ നമുക്ക് നടക്കാം. ആരും ഒരു പിടിച്ചുകെട്ടും അടിയൊന്നുമില്ല. എന്നാൽ നടക്കുവാനുള്ള ചില മെത്തേഡ്സ് ദൈവം ക്ലിയറായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞു, ഒന്നാമത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിനക്ക് തോന്നുന്നിടത്ത് കൊണ്ടുപോയി നിന്റെ യാഗം കഴിക്കരുത്. നിനക്ക് ഇസ്രായേലിൽ ഇത്രയും സ്ഥലമുണ്ട്, എവിടെ വേണമെങ്കിലും നിനക്ക് ഈ യാഗം കഴിക്കാമെന്നല്ല. നീ യാഗം കഴിക്കണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമുണ്ട്, അവിടെ വെച്ച് മാത്രമേ യാഗം കഴിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന് വേണ്ടി ഒരു യാഗം കഴിക്കുവാൻ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചാൽ അവൻ ഏത് നാട്ടുകാരനോ എവിടെ ജീവിക്കുന്നവനായിരുന്നെങ്കിലും അവൻ എന്തിനെ യാഗം കഴിക്കണം? അതിനെ യാഗം കഴിക്കണമെങ്കിൽ ഒന്നുകിൽ അതിനെയും കൊണ്ട് നേരെ യെരൂശലേമിൽ ആലയത്തിലേക്ക് ചെല്ലണം. ഇതിന് ഒരു എളുപ്പ വഴിയായിട്ടാണ് പള്ളിയിൽ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിൽ ആടുകളുടെയും മാടുകളുടെയും കച്ചവടം തുടങ്ങിയത്. കാരണം വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതിനേക്കാൾ നല്ലത് അവിടെ നിന്ന് ഒരാടിനെ മേടിച്ച് ഒരു കാളയെ മേടിച്ചുകൊണ്ട് യാഗം കഴിക്കും. ഇതാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. യാഗം കഴിക്കണമെങ്കിൽ ദൈവം കൽപ്പിച്ച സ്ഥലത്ത് മാത്രമേ യാഗം കഴിക്കുവാൻ സാധിക്കത്തുള്ളൂ. മറ്റെവിടെയെങ്കിലും യാഗം കഴിച്ചാൽ ദൈവം അതിൽ പ്രസാദിക്കുന്നില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ കടന്നു വരിക. അതായിരുന്നു പഴയ നിയമത്തിൻ്റെ ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമത്തിലേക്ക് കടന്നു വന്നാട്ട് ഇത് ആവർത്തനം തന്നെ 12th chapter verse 1 to 4, 1 മുതൽ 4 വരെ, 4ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ട്. നിങ്ങളുടെ ദൈവമായ യഹോവയെ ആ വിധത്തിൽ സേവിക്കേണ്ടതല്ല.
ദൈവത്തെ സേവിക്കണമെങ്കിൽ ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡിൽ ദൈവത്തെ ഇവിടെ നിങ്ങൾക്കറിയാം എന്താണ് അതിന് മുകളിൽ പറയുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നത് അന്യ വിഗ്രഹാരാധനയെക്കുറിച്ച് കാണിച്ചിട്ട് ദൈവം ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് എന്തുണ്ടാകരുത്. ആ വിധത്തിൽ ദൈവത്തെ സേവിക്കേണ്ടതില്ല. ദൈവത്തെ മാത്രമേ നിങ്ങൾ സേവിക്കാവൂ. ദൈവം അത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാനല്ലാതെ ഒരു അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം നിങ്ങൾ വാർത്തുണ്ടാക്കരുത്. ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സ്ഥാനം മറ്റൊന്നിനും വിട്ടുകൊടുക്കരുത്. ദൈവത്തിൻ്റെ സ്ഥാനം മറ്റൊന്നിനും വിട്ടുകൊടുക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കുമായിരിക്കും, പാസ്റ്ററെ, ഞങ്ങളുടെ വീട്ടിൽ പുണ്യവാളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ മറ്റാരുടെയും ഫോട്ടോ ഇല്ല, ഞങ്ങൾ ആരോടും ശരിയായിരിക്കാം, നല്ലത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനം ഞാൻ കർത്താവിന് കൊടുത്തിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ സ്ഥാനം, ഒന്നാം സ്ഥാനം മാറ്റി മറ്റേതെങ്കിലും കാര്യം അതിൽ സ്ഥാനം എടുക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജോലി ആയിരിക്കാം, ഒരുപക്ഷെ എൻ്റെ സൗന്ദര്യമായിരിക്കാം, ഒരുപക്ഷെ എനിക്കുള്ള താലന്തുകളായിരിക്കാം, ഒരുപക്ഷെ എൻ്റെ സമ്പാദ്യമായിരിക്കാം, ഏതെങ്കിലും ഇതിനെ ഒന്ന് മാറ്റിവെക്കുന്നുവെങ്കിൽ ഏതാണ് ദൈവത്തെ മാറ്റിവെച്ചത്? അതാണ് നമ്മുടെ വിഗ്രഹം. മനസ്സിലാക്കണം, നമുക്ക് ഒരു വിഗ്രഹമില്ല എന്നുള്ളത് സത്യമാണെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് വല്ല വിഗ്രഹങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? മനസ്സുകൊണ്ട് വല്ല ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം, ആ ദൈവത്തെ അവിടുന്ന് മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കോണം, ദൈവമല്ല എൻ്റെ ദൈവം. ഞാൻ ഏതിന് സ്ഥാനം കൊടുക്കുന്നുവോ അതാണ് എൻ്റെ ദൈവം. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണെന്ന് അറിയാമോ? ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു ദിവസം രാവിലെ തൊട്ട് ഉള്ള ലൈഫിൽ നോക്കിയിട്ട് എത്രത്തോളം സമയം ദൈവത്തിനായിട്ട് കൊടുക്കുന്നെന്ന് ചിന്തിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം നമ്മുടെ ദൈവം ഏതാണെന്ന്. കാരണം വേദപുസ്തകം പറയുന്നു, നിന്റെ ഹൃദയം, നിന്റെ നിക്ഷേപമുള്ളിടത്ത് എന്തിരിക്കും? നിന്റെ ഹൃദയം ഇരിക്കും. അപ്പോൾ നമ്മുടെ നിക്ഷേപം എന്താണ്, അവിടാണ് നമ്മുടെ ചിന്ത ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചിന്ത എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ എൻ്റെ ചിന്ത കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെതായിരിക്കുന്ന ചിന്ത ഔദ്യോഗികമായിരിക്കും, മറ്റെന്തുമായിക്കൊള്ളട്ടെ. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് എന്തിനെ കൂടുതലായിട്ട് ഞാൻ ചിന്തിക്കുന്നുവോ മനസ്സിലായിക്കോണം, അതാണ് നമ്മുടെ ദൈവം. വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആഫ്റ്റർ ഓൾ നമ്മുടെ ഒരൊറ്റ ദിവസത്തെ ജീവിതം എടുത്ത് പഠിച്ചാൽ എൻ്റെ സാക്ഷാൽ ദൈവം ആര് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഈ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ദൈവത്തെ അല്ല മറ്റൊന്നിനെയും ആരാധിക്കരുത്. അപ്പോൾ സ്നേഹിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനം മറ്റൊന്നിന് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവം ഇവിടെ കൽപ്പിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയെ അങ്ങനെ നീ സേവിക്കേണ്ട കാര്യമില്ല. നീ അങ്ങനല്ല സേവിക്കേണ്ടത്. ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. വായിച്ചോട്ടെ ഒന്നുകൂടെ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 34 വേഴ്സ് 23, 23-ാമത്തെ വാക്യം. അത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിയമമാണ്. സംവത്സരത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെ നിയമം ദൈവം നമുക്ക് തന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നല്ലേ. വർഷത്തിൽ 3 പ്രാവശ്യം ഒന്ന് വരാൻ ദൈവം അനുവദിച്ചിരുന്നുവെങ്കിൽ. ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചൊരു കാര്യമാണ്, ആണ്ടിൽ 3 പ്രാവശ്യം ആണുങ്ങളായിരിക്കുന്നവരെല്ലാവരും ആലയത്തിലേക്ക് കടന്നവർ. അവർ ഏത് നാട്ടിൽ കടന്നാലും ഏത് പരിതസ്ഥിതിയിൽ അവർ കടന്നാലും ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്, മസ്റ്റായിട്ട് അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ ഈ 3 പ്രാവശ്യം ചെന്നിരിക്കണം എന്നുള്ളത്. ഒരിക്കലും അത് മാറ്റുവാൻ സാധ്യമല്ല. ഒന്നുകൂടെ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 20-ാമത്തെ വാക്യം. പുറപ്പാട്, എക്സോഡസ് ചാപ്റ്റർ 34 വേഴ്സ് 20. വെറും കൈയോടുകൂടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ. ദൈവം കൊടുത്തൊരു പ്രമാണമാത്. ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ വെറും കൈയോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കൽ വരരുത്. ഒത്തിരി പ്രമാണങ്ങളുണ്ട്. നിങ്ങൾ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു വന്നൊരു ഒറ്റ കാര്യമേ ഉള്ളൂ. പഴയ നിയമത്തിന് വ്യക്തമായിരിക്കുന്ന നിബന്ധന ഉണ്ടായിരുന്നു എങ്ങനെ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആദ്യ നിയമത്തിനും ആരാധനകൾ ചട്ടമുണ്ടെങ്കിൽ ഇന്നും എന്തുണ്ട്? ആരാധനകൾ ചട്ടമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുത്തഴിഞ്ഞൊരു സ്ഥലമല്ല സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് കെട്ടി അടച്ചിരിക്കുന്നൊരു തോട്ടമാണ്, അതൊരു ഗാർഡനാണ്. അതിനെ കെട്ടി അടച്ചിരിക്കുക, കംപ്ലീറ്റ്ലി കവേർഡ് ആണ് വിത്ത് ഫെൻസ്.
അതുകൊണ്ട് അനാവശ്യമായി അൺഓത്തറൈസ്ഡ് പേഴ്സണിന് അകത്തോട്ട് കടക്കുവാൻ സാധ്യമല്ല. അവരതിനകത്ത് കടക്കാതെ ഇതിനകത്ത് സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണം, ഇതിനകത്താണ് എൻ്റെയും നിങ്ങളുടെ ജീവിതമുള്ളത്. അപ്പോൾ ഈ തോട്ടത്തിന് ഉള്ളിൽ അതിലാണ് ഞാനും നിങ്ങളും ജീവിക്കേണ്ടതെങ്കിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കുവാൻ ദൈവം ഒരു പുതിയ നിയമത്തിൽ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ പറയുവാൻ സാധ്യമല്ല, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ഒന്നാമത്തെ വിഷയമാണ് ദൈവത്തെ ആരാധിക്കേണ്ടവർ. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാവരും ചൊല്ലുന്നുണ്ടെങ്കിൽ തന്നെയും ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ വാചകം എന്തുവാണെന്നറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് ആര് എന്ന് ചിന്തിച്ചാൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ യോഗ്യതയുള്ളവർ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു നാമധേയ ക്രിസ്ത്യാനിയോ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ലാതെ അത് പ്രാർത്ഥിക്കുവാൻ ഒരനുവാദവും അവർക്കില്ല. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ യോഗ്യത ലഭിച്ചവർ, നിങ്ങൾക്കറിയാം, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ എന്താവശ്യമായിരിക്കും? യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ അവരാരായിത്തീർന്നു? ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഒന്ന് യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളാകണമെന്നുള്ളത് ആവശ്യമാണോ? അവരെന്ത് ചെയ്യണം? വേദപുസ്തകത്തെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് വർഷിപ്പ് ആണ് അപ്പോസ്തോലിക ഉപദേശം എന്ന് പറയുന്നത്. അതിനകത്ത് നിന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത്. തുടർന്ന് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 3. പ്രൈസ് ഗോഡ്. നാമല്ലോ പരിച്ഛേദനക്കാർ. അപ്പോൾ ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കണം. എങ്ങനെയെങ്കിലും ദൈവത്തെ ആരാധിപ്പാനല്ല, ജഡത്തിലെ ചില ശബ്ദങ്ങൾ വെളിപ്പെടുത്തുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ആരാധനയിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരിക്കണം. പിന്നെ എന്തു വേണം? നമ്മളിൽ തന്നെ പ്രസാദിക്കാതെ ക്രിസ്തുവിൽ പ്രസാദിക്കുകയും വേണം. അപ്പോൾ ആരാധനയ്ക്ക് ഒരു ചട്ടമുണ്ട്, ആരാധനയ്ക്ക് ഒരു മാർഗമുണ്ട് എന്ന് ആ ചട്ടത്തിൽ നിന്ന് വേണം ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ ആദ്യ നിയമത്തിലും ആരാധനയുടെ ചട്ടങ്ങളും പിന്നീട് എന്തുണ്ടായിരുന്നു? ഒരു ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. ലൗകികമായ വിശുദ്ധ മന്ദിരം എന്ന് ഇവിടെ പറയപ്പെടുന്നത് സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ ലോകവുമായിട്ട് അത് ബന്ധപ്പെട്ടിരുന്നുവെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, സമാഗമന കൂടാരം എന്ന് പറയുന്നത് ദൈവം കാണിച്ചു കൊടുത്ത മാതൃകയാണ്. ഇറ്റ്സ് എ പാറ്റേൺ ഓഫ് ഹെവൻ. അത് സ്വർഗത്തിൻ്റെ ഒരു മാതൃകയാണ്. സ്വർഗത്തിലുള്ളവയുടെ മാതൃകയാകുന്നുവെങ്കിൽ അതിന് ആ പ്രത്യേകമായിരിക്കുന്ന മാതൃകയെക്കുറിച്ച് അവിടെ പറയുന്നു. അത് ഭൂമിയിൽ അത് വെച്ചിരുന്നത് കൊണ്ട് ഇറ്റ്സ് റിലേറ്റഡ് ടു എർത്ത്. എന്നാൽ ഈ പ്രത്യേകമായിരിക്കുന്ന സമാഗമന കൂടാരത്തിൽ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വാക്യം ചിന്തിപ്പിക്കാതെ അതിൻ്റെ പ്രധാനപ്പെട്ട കാതൽ എന്ത് എന്നുള്ളത് മാത്രം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് അവിടെ പറയപ്പെടുന്നു, ആ വേർഡ് 2-ാമത്തെ വാക്യം പറയുന്നത്, ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. 2-ാം തിരശ്ശീലയ്ക്ക് നമ്മൾ വായിക്കുന്നു ഹീബ്രൂസ് ചാപ്റ്റർ 9. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകം, അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്തവടിയും നിയമത്തിന്റെ കൽപ്പലകളും ഉണ്ടായിരുന്നു. അതിന് മീതെ കൃപാസനത്തെ മുകളിൽ തേജസ്സിൽ കെരൂബുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നു, അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സമാഗമന കൂടാരത്തിലെ കംപ്ലീറ്റ് ഫർണിച്ചറിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. നിങ്ങൾക്കറിയാം, അത് ഫസ്റ്റ് സമാഗമന കൂടാരത്തിലെ പൂർണ്ണമായിരിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് അവിടെ ചൂണ്ടിക്കാണിക്കാതെ ഒന്നുകൂടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതാണ് വാസ്തവമായിട്ട് മോശ മരുഭൂമിയിൽ പടുത്തുയർത്തിയ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ഈ ഒരു ഫെൻസിങ്ങിലാണ് ഈ സമാഗമന കൂടാരം നിൽക്കുന്നത്. അത് വെള്ള തുണി കൊണ്ട്, നേരിയ തുണി കൊണ്ട്, അതാണ് അതിൻ്റെ ഫ്രണ്ടിലെ കർട്ടനായിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ ഫസ്റ്റിൽ ഒരൊറ്റ
വാതിൽ മാത്രമേ ഉള്ളൂ സമാഗമന കൂടാരത്തിന്. ആ വാതിലാണ് നമ്മൾ ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇതാണ് ഏകവാതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊരു വഴിയിൽ കൂടെ ഈ സമാഗമന കൂടാരത്തിലേക്ക് ആർക്കും കടക്കുവാൻ സാധ്യമല്ല. ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ആ കൂടാരത്തിലേക്ക് കടക്കുവാൻ. അതാണ് ഏക വഴി. ഈ വഴി നേരെ കടന്നു ചെല്ലുമ്പോൾ ആദ്യം കടന്നു ചെല്ലുന്ന സ്ഥലമാണ് താമ്ര യാഗപീഠം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്ത് ഫസ്റ്റ് പോർഷനിൽ നമ്മൾ കാണുന്നത്. ഒരു യാഗപീഠം വെച്ചിരിക്കുന്നു. ആ യാഗപീഠം പടികളാൽ കയറരുതെന്ന് ദൈവം കൽപ്പിച്ചത് മുഖാന്തരമായിട്ട് അത് ഒരു സ്ലോപ്പായിട്ട് അത് മുകളിലോട്ട് വെച്ചിരിക്കുക. അതിന് മുകളിലാണ് ഈ താമ്ര യാഗപീഠം വെച്ചിരിക്കുന്നത്. താമ്ര യാഗപീഠത്തിൻ്റെ തൊട്ട് മുൻപിൽ എന്ന് പറഞ്ഞാൽ ആ വാസ്തവത്തിൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും കൂടി ഒരുമിച്ച് കൂടുന്നതാണ് ആ കംപ്ലീറ്റ് കവേർഡ് ആയിരിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത്. അതാണ് 2 ഭാഗങ്ങൾ. എന്നാൽ അതിൻ്റെയും ഈ താമ്രയാഗപീഠത്തിൻ്റെയും ഒത്ത നടുവിലാണ് ഒരു താമ്ര തൊട്ടി വെച്ചിരിക്കുന്നത്. അതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. മഹാപുരോഹിതൻ ചെയ്യേണ്ടത് സാധാരണപ്പെട്ട ഒരു ഇസ്രായേലൻ നേരെ കടന്നു ചെന്ന് ഒരു യാഗം വസ്തുവുമായിട്ട് കടന്നു ചെന്നിട്ട് ഈ താമ്രയാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് ആ മൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം എടുത്തുകൊണ്ട് പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുകയാണ്. പുരോഹിതന് മാത്രമേ ആ താമ്രയാഗപീഠം കടന്ന് മുൻപോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. അപ്രകാരം മുൻപോട്ട് കടക്കുന്ന പുരോഹിതൻ ആ താമ്രത്തൊട്ടിയിൽ ചെന്നിട്ട് അതിലെ വെള്ളമെടുത്ത് തൻ്റെ കൈകാലുകൾ കഴുകിയിട്ട് നേരെ വിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ വിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുമ്പോഴും അത് കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കുന്ന ഒരു മുറിയാണ്. മുഴുവൻ കംപ്ലീറ്റ്ലി മൂടപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ പുറം മൂടി വെച്ച് മൂടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് 2 ഭാഗങ്ങളായിട്ട് 2 ഭാഗങ്ങളായിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന 2 മുറികളാണ്. ഇതാണ് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സമാഗമന കൂടാരത്തിൻ്റെ ഫസ്റ്റ് ഭാഗം. ഇവിടെ യാഗം നടക്കുന്നു. യാഗത്തിൻ്റെ തീയാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് മുൻപിലാണ് താമ്രത്തൊട്ടി വെച്ചിരിക്കുന്നത്. അവിടുന്ന് പുരോഹിതൻ രക്തവുമായിട്ട് അകത്തേക്ക് കടക്കുന്നു. അതും ഇതുപോലെ അകത്തൊരു കർട്ടനുണ്ട്. ആ കർട്ടനിൽ കൂടെ മാത്രമേ അകത്തോട്ട് കടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കർട്ടൻ അകത്തോട്ട് ചെല്ലുമ്പോൾ ഈ കർട്ടൻ അകത്തോട്ട് ചെല്ലുമ്പോൾ ഇതാണ് വാസ്തവത്തിൽ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ഈ പുരോഹിതൻ നേരെ കയറി ചെല്ലുമ്പോൾ താൻ ഫേസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ഈ മുറിക്കകത്ത് പ്രധാനമായിട്ട് 3 വസ്തുക്കളാണുള്ളത്. 3 കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഒന്ന്, ഈ കയറി ചെല്ലുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് ഇതുവഴിയാണ് കയറി ചെല്ലുന്നത്. നേരെ ആ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ താൻ നേരെ ഫേസ് ചെയ്യുന്നെന്ന് പറയുന്നത് ധൂപപീഠം. അത് പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടതായിരിക്കുന്ന ഒരു പീഠമാണ് ധൂപപീഠം. അതിൻ്റെ വലതുവശത്തായിട്ട് മറ്റേ ഒരു സൈഡിൽ 7 തണ്ടുകളുള്ളതായിരിക്കുന്ന ഒരു നിലവിളക്ക് വെച്ചിട്ടുണ്ട്. മുഴുവൻ സ്വർണം കൊണ്ട് തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സ്റ്റഡിയാണ്. കാരണം ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള പ്രത്യേകത, ഒരൊറ്റ പീസ് തങ്കം എടുത്തിട്ട് അത് അടിച്ച് ഇത് ഈ ഒരു ഫോമിൽ ആക്കിയത്. ഇതൊന്നും ഒരു വിളക്കോ കൂട്ടിയേർത്തോ ഒന്നുമുള്ളതല്ല. ഒരൊറ്റ പീസ് സ്വർണം അത് തങ്കമെടുത്തിട്ട് അതിനെ അടിച്ച് അത് ആണ് ഈ ഫോമിലാക്കിയത്. ഇതിനും വേറെ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ തണ്ടുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ബദാം പൂ പോലെ ഒരു പുഷ്പപുടവും അവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ 3 എണ്ണമാണ് ഒരു തണ്ടിൽ നമുക്ക് കാണുന്നത്. ഇത് 7 വിളക്കുകൾ, 7 വിളക്കുകൾ, 7 തണ്ടുകൾ, ഒരു നിലവിളക്കുള്ള 7 തണ്ടുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഒരു മേശയാണ്. അതാണ് കാഴ്ചയപ്പം വെക്കുന്ന മേശ. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലാ ശബത്തിന്റെ ദിവസവും ശനിയാഴ്ച ദിവസവും ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ അപ്പം എടുത്ത് 12 അപ്പങ്ങളാക്കി അത് 2 അടുക്കായിട്ട്, ഒരു അടുക്കിൽ 6, മറ്റേ അടുക്കിൽ 6, ഇങ്ങനെ 12 അപ്പം അവിടെ വെച്ചിരിക്കും. ഇത് നെക്സ്റ്റ് ശബത്ത് വരെ ഈ അപ്പം ഇവിടെ ഇരിക്കും. ഒരൊറ്റ ആഴ്ച, ഹോൾ 1 വീക്ക് ആ അപ്പം അവിടെ വെച്ചിരിക്കും.
എന്നിട്ട് നെക്സ്റ്റ് വീക്കിൽ പുതിയ അപ്പം കൊണ്ടുവരുമ്പോൾ ഈ പഴയത് മാറ്റി അന്ന് ഇത് പുരോഹിതന്മാർ ഭക്ഷിക്കുവാനുള്ള അപ്പമാണ്. നിങ്ങൾക്കറിയാം, ദാവീദ് അബ്യാഥാറിൻ്റെ കൂടെ കടന്നു ചെന്നപ്പോൾ ഭക്ഷിച്ചത് ഈ അപ്പത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഇത് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും അത് ഭക്ഷിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ ആ കാഴ്ചയപ്പം വെക്കുന്ന മേശ, ആ മേശ ഇതാണ് പ്രധാനമായിട്ട് അതിനകത്തെ 3 ഉപകരണങ്ങൾ നമ്മൾ പറയുന്നത്. ഇതാണ് കൃപാസനം എന്ന് പറയുന്നത്. ഇതാണ് ആർക്ക് ഓഫ് കവനന്റ്. ആർക്ക് ഓഫ് കവനന്റ് എന്ന് പറയുന്നത് ഇതും ഒരു കതിരമരം കൊണ്ടുള്ള ഒരു പെട്ടിയാണ്. ഇറ്റ്സ് ഒരു ബോക്സ്. എന്നാൽ ഈ ബോക്സിന് ഒരു മൂടി, ഒരു കവർ, ലിഡ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ആ ലിഡ് എന്ന് പറയുന്നത് തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇറ്റ്സ് പ്യൂർലി മെയ്ഡ് ഓഫ് ഗോൾഡ്. ഇതിൻ്റെ ഈ പ്രത്യേകമായിരിക്കുന്ന ഈ നീയപ്പെട്ടകം, ഈ നീയപ്പെട്ടകം കതിരമരം കൊണ്ടുണ്ടാക്കി അതിൻ്റെ അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുക. അപ്പോൾ കംപ്ലീറ്റ്ലി പൊന്നാണ്, സ്വർണ്ണമാണ് വെളിയിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ കതിരമരത്തിൽ ഈ നീയപ്പെട്ടകം ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രത്യേകമായിരിക്കുന്ന മൂടിയാണ് കൃപാസനം, മേഴ്സി സീറ്റ് എന്ന് പറയുന്നത്, കൃപാസനം എന്ന് പറയുന്നത്. ഈ കൃപാസനത്തിൽ 2 വശത്തായിട്ട് 2 കെരൂബുകളുണ്ട്. നമ്മളതാണ് ആ കെരൂബുകളെ കാണുന്നത്. ഈ കെരൂബുകളുടെ അകത്ത് ഭാഗത്തായിട്ടാണ് സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവത്തിൻ്റെ സിംഹാസനം. ദൈവം അവിടെയാണ് ഇരിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം എന്തെങ്കിലും അരുളപ്പാട് അരുളിക്കൊടുക്കുന്നത് ഈ പർട്ടിക്കുലർ സ്ഥാനത്ത് നിന്നാണ് അരുളപ്പാട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്രകാരമുള്ളതായിരിക്കുന്ന ഈ നിയമപ്പെട്ടകത്തിനകത്ത് ഇതിനകത്ത് 3 സാധനങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്ന്, മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ നാളത്തേക്ക് അത് ശേഷിപ്പിക്കരുത്. എന്നാൽ ഇസ്രായേൽ മക്കൾ ഒരു കൂട്ടം ആൾക്കാർ അത് ശേഷിപ്പിച്ചപ്പോൾ അവരുടെ വീട്ടിൽ ആ മന്ന പുഴുത്ത് നാകുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ പിന്നീട് ദൈവം അവരോട് കൽപ്പിച്ചു, ഒരു കാര്യം ചെയ്യുക, ഒരു പാത്രം മന്ന, അതൊരു പൊൻപാത്രത്തിൽ ഒരു മന്ന എടുത്ത് ആ പൊൻപാത്രത്തിൽ എടുത്തിരിക്കുന്ന മന്ന കൊണ്ട് നീയപ്പെട്ടകത്തിനകത്ത് വെക്കുവാൻ പറഞ്ഞു. ഇസ്രായേൽ മക്കൾക്ക് ഓർമ്മയ്ക്കായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ദൈവം അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വഴികൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി. അപ്പോൾ അത് ഈ നീയപ്പെട്ടകത്തിനകത്തുണ്ട്. രണ്ടാമത്, ദൈവം മോശയ്ക്ക് കൊടുത്തുവായിരിക്കുന്ന 10 കൽപ്പനകൾ, 2 കൽപ്പനകളാണ് ദൈവം 10 കൽപ്പന മോശയ്ക്ക് കൊടുത്തത്. ആ 2 കൽപ്പനകളും അതിനകത്ത് വെച്ചിട്ടുണ്ട്. മൂന്നാമത്തത്, അഹരോന്റെ തളുത്ത വടി. അഹരോന്റെ തളുത്ത വടിയെക്കുറിച്ച് നമ്മൾ ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് ഈ വടിയാണ് മോശ അത്ഭുതങ്ങൾ കാട്ടുവാനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഈ വടി, തളുത്ത വടിയും അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് അടക്കപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഈ 3 കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകൾ അടങ്ങിയതായിരിക്കുന്ന 2 കൽപ്പനകൾ, മന്നയിട്ട് വെച്ച പൊൻപാത്രം, അതോടൊപ്പം തന്നെ അഹരോന്റെ തളുത്ത വടി, ഇത് 3ഉം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറത്താണ് ഈ കൃപാസനം എന്ന് നമ്മൾ കാണുന്നത്. ഇതാണ് വാസ്തവത്തിൽ യെരുശലേം ദേവാലയത്തിന്റെ സമാഗമ കൂടാരത്തിന്റെ പ്രത്യേകത. യെരുശലേം ദേവാലയം നമ്മൾ പഠിച്ചാലും എക്സാക്ട്ലി ദ സെയിം ആയിട്ടാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ എന്താണ് ഇത് വെളിപ്പെടുത്തുന്നത്? ചുരുക്കം ചില വേർഡിൽ കൂടെ നമ്മൾ മുൻപോട്ട് കടന്നു പോകുക. വായിച്ചാട്ടെ വീണ്ടും 9ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ചാപ്റ്റർ 9 വേഴ്സ് 3, 2ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സെക്കൻഡ് വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നെക്സ്റ്റ് വേർഡ് ഒന്ന് വായിച്ചാട്ടെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രത്യേകമായിരിക്കുന്ന കൂടാരത്തെ, അഥവാ നമ്മൾ ഇൻസൈഡ് കണ്ടതായിരിക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന കൂടാരം, അതാണ് ആക്ച്വലി ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ഇതിനെ 2 പാർട്ടുകളായിട്ട് തിരിച്ചിട്ട് ഇവിടെ നമ്മൾ കാണുന്നു. ഒന്ന്, വിശുദ്ധ സ്ഥലമെന്നും രണ്ടാമത്തത് അതിവിശുദ്ധ സ്ഥലമെന്നും നമ്മൾ കാണുന്നു. അപ്പോൾ ഈ വിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെ വെച്ചിട്ടുണ്ട്, അതിവിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെ പറയുന്നു, 2ാമത്തെ വേർഡ് പറയുന്നത്, അതിൻ്റെ ആദ്യ ഭാഗത്ത് എന്ത് വെച്ചിട്ടുണ്ട്? നിലവിളക്ക് വെച്ചിട്ടുണ്ട്. അതോടുകൂടെ പിന്നീട് എന്തുണ്ട്?
മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ഒന്ന്, ഒരു കാഴ്ചയപ്പം വെക്കുന്ന മേശ. രണ്ടാമതേത്, നിലവിളക്ക്. നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളോട് അല്പസമയം മുമ്പ് പറഞ്ഞു 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വെച്ചിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഞാൻ നിയമപെട്ടകത്തിനകത്ത് വെച്ച കാര്യങ്ങളെക്കുറിച്ചല്ല, വിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന 3 ഉപകരണങ്ങൾ: 7 വിളക്ക്, മേശ, ധൂപപീഠം. ശ്രദ്ധിക്കുക, അത് കാഴ്ചപ്പൊക്കുന്ന മേശ, അതോടൊപ്പം ധൂപപീഠം. എന്നാൽ ഇവിടെ നമ്മൾ ഈ പൊത്തിമാരിക്കത് എബ്രായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്ന് വായിച്ചോട്ടെ, അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. പൊന്നുകൊണ്ടുള്ള ധൂപകലശം. അപ്പോൾ ഈ ധൂപകലശം എവിടെ പോയെന്നാണ് നമ്മൾ കാണുന്നത്? വായിച്ചോട്ടെ, ആ വാക്യം താഴോട്ടൊന്ന് വായിച്ചോട്ടെ. അത് ഏത് സ്ഥലമായിരിക്കുന്നു? അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞു വന്നത്, വിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന 3 ഉപകരണങ്ങൾ: 1 കാഴ്ചയപ്പം വെക്കുന്ന മേശ, 2 നിലവിളക്ക്, 3 ധൂപപീഠം. എന്നാൽ 2 അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരൊറ്റ ഉപകരണമേ ഉള്ളൂ. ഏതാ? നിയമപെട്ടകവും അതിനോടുകൂടെ ചേർന്ന് നിൽക്കുന്ന കെരൂബുകളും. എന്നാൽ ഇവിടെ നമ്മൾ എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഇവിടെ ധൂപപീഠം, ഇപ്പോൾ ധൂപകലശം, ധൂപപീഠമല്ല, ധൂപകലശം ഇപ്പോൾ ഇവിടെ വന്നു, അതിവിശുദ്ധ സ്ഥലത്ത് വന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് സ്പിരിച്വൽ മിസ്റ്ററീസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കൂടുതൽ അത് വ്യാഖ്യാനിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ധൂപപീഠത്തെക്കുറിച്ച് പറയുന്നത്, ധൂപപീഠം ഇപ്പോൾ ആ അതിവിശുദ്ധ സ്ഥലത്തിൽ കടന്നു വരുവാൻ കാരണമായത് എന്താണ്? ഈ പ്രത്യേകമായിരിക്കുന്ന കാര്യം, വിശുദ്ധ സ്ഥലത്തിൽ എന്ത്? ദ ഫസ്റ്റ് വൺ, കാൻഡിൽ സ്റ്റിക്സ്. യെസ്, അവിടെ നമ്മൾ കാണുന്നത് ഫസ്റ്റ് പാർട്ട് പറയുന്നത്, അതിൻ്റെ ആദ്യ ഭാഗത്ത് എന്തുണ്ട്? ഒരു നിലവിളക്ക്. നിങ്ങൾക്കറിയാം, ഈ കൂടാരം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫുള്ളി കവേർഡ് പ്ലേസ് ആണ്. ഞാൻ പറഞ്ഞു, അതിൻ്റെ മുകൾ ഭാഗം മുഴുവൻ കട്ടൻ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതിൻ്റെ 3-4 സൈഡും ഖദിരമരം കൊണ്ടുള്ളതായിരിക്കുന്ന തൂണുകളാൽ അത് പൊന്നുകൊണ്ട് പൊതിഞ്ഞ് മൂടപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ കൂടാരത്തിലേക്ക് അടുക്കുമ്പോൾ ഇതിനകത്ത് വെളിച്ചം കിട്ടുവാനുള്ള ഒരു കതകോ ഒരു വാതിലോ ഒരു ജനലോ യാതൊന്നും ഇതിനകത്തില്ല. ഫുള്ളി ഒരു ഡാർക്ക് പ്ലേസ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്ക് ഒരല്പം പോലും എയർ കിട്ടാനുള്ള യാതൊന്നും ഇതിനകത്തില്ല. വായു കിട്ടാനുള്ള യാതൊരു മാർഗ്ഗം ഇതിനകത്തില്ല. ഇതിൻ്റെ കൂടാരം എന്ന് പറയുന്നത്, അത് ഒരു ഖദിരമരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന 4 തൂണുകൾ 4 സൈഡും, അതിനെ മുകൾ ഭാഗം അത് തഹശുതോൽ കൊണ്ട് മൂടപ്പെട്ട് അത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകമായിരിക്കുന്ന പാർട്ടിൽ ഒരു ജനലോ അല്ലെങ്കിൽ ഒരു കതവോ യാതൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അത് എത്രമാത്രം എയർ ടൈറ്റ് ആണ് ആ പ്രത്യേകമാരി ഭാഗം എന്ന് പറഞ്ഞു. ഇതിനകത്തോട്ടൊന്ന് കടന്നു കഴിഞ്ഞാൽ വെളിച്ചം ഒട്ടുമില്ല, കംപ്ലീറ്റ്ലി ഡാർക്കാണ്. അതിനകം മുഴുവൻ ഡാർക്കാണ്. എന്നാൽ ഇത്രയും ഇരുട്ടിൽ ഉള്ള ഒരു സ്ഥലത്തിൽ ആകെ ഉള്ള ഒരു വെളിച്ചം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഈ നിലവിളക്കിൽ കൂടെ കിട്ടുന്ന വെളിച്ചമല്ലാതെ ഒരു വെളിച്ചം പോലും, ശ്രദ്ധിച്ചാണ് ഞാൻ പറഞ്ഞ വേർഡ്, ഈ നിലവിളക്കിൽ കൂടെ കിട്ടുന്ന വെളിച്ചമല്ലാതെ ഒരു വെളിച്ചവും അതിനകത്ത് കടക്കത്തില്ല. പുറത്തെ ഒരു വെളിച്ചവും അകത്ത് കടന്നെല്ലുവാൻ സാധ്യമല്ല. പുറത്തുള്ള യാതൊന്നും അതിനകത്തേക്ക് കടന്നെല്ലുവാൻ സാധ്യമല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡാർക്ക്. അത് പൂർണ്ണമായിട്ട് അത് ഡാർക്കാണ്. ഇപ്രകാരമുള്ള നിലവിളക്കിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ആ നിലവിളക്കിനെ കുറിച്ച് നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ കാണുവാൻ സാധിക്കും. പുറപ്പാട് 25, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 37-ാമത്തെ വാക്യം, വേഴ്സ് 37. അതിന് 7 ദീപമുണ്ടാക്കി. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. നേരെ മുൻപോട്ട് പ്രകാശിപ്പാൻ. അത് നേരെ മുൻപോട്ട് പ്രകാശിക്കുക. നിങ്ങൾക്കറിയാം, അബുദാബിയിൽ പോകുന്ന യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചാൽ രാത്രിയിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അബുദാബിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ലൈറ്റ് അത് ലിറ്ററലി പ്രകാശം കൊടുക്കുന്നത് ടു ദ സ്റ്റെം.
ആ പോസ്റ്റിലേക്ക് തന്നെയാണ് വന്ന് വെളിച്ചം കൊടുക്കുന്നത്. കാരണം അങ്ങനെ സാധാരണ മറ്റുള്ളിടത്ത് ഞാനത് കണ്ടിട്ടില്ല എങ്കിലും അബുദാബി സ്ട്രീറ്റ് ലൈറ്റ് മുഴുവൻ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എക്സാക്ട്ലി ദ സെയിം. കാരണം ഈ നിലവിളക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിൻ്റെ നിലവിളക്കിൻ്റെ വെളിച്ചം നേരെ മുൻപോട്ട് എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ എക്സ്പോസ് ചെയ്യുക ചെയ്യുന്നത്. ഈ നിലവിളക്കിനെ എക്സ്പോസ് ചെയ്യുക ഈ വെളിച്ചം ചെയ്യുന്നത്. അപ്പോൾ ഈ നിലവിളക്ക് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു ചിന്തിച്ചാൽ നമുക്കറിയാം, ആ നിലവിളക്ക് മാത്രമേ ഉള്ളൂ വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലമെങ്കിൽ ഇതിനകത്ത് പുറത്തു നിന്നുള്ള വെളിച്ചം കടന്നു വരുവാൻ സാധ്യമല്ല എന്ന് കൽപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലൊരു കൂടാരമാണ് സ്വർഗത്തിലുള്ളത്. ആ സ്വർഗത്തിലുള്ള കൂടാരത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുന്നു, അവിടെ സൂര്യനോ ചന്ദ്രൻ്റെയോ ആവശ്യമില്ല. പിന്നീട് എന്താ അവിടെ സംഭവിക്കുന്നത്? ദൈവ തേജസ് അതിന് വിളക്കാകുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രത്യയമായിരിക്കുന്ന ഹെവൻലി ജെറുസലേമിന്, സ്വർഗീയ യെരൂശലേമിന് ഈ ഭൂമിയിലെ ഭൗതികമായിരിക്കുന്ന വെളിച്ചമല്ല വേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വെളിച്ചമാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ നിലവിളക്ക് വെളിപ്പെടുത്തുന്ന ഒന്ന് കർത്താവായ യേശുവിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശു ലോകത്തിന് വെളിച്ചം. ഈ സമാഗമ കൂടാരത്തിനകത്ത്, വിശുദ്ധ സ്ഥലത്തിനകത്ത് വെളിച്ചം കിട്ടുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഈ നിലവിളക്കാകുന്നുവെങ്കിൽ അതുപോലെ തന്നെ ഇന്ന് ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വെളിച്ചം കിട്ടുവാനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. യേശു അല്ലാതെ ഒരു യഥാർത്ഥ വെളിച്ചമില്ല. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ വെളിച്ചം കാണുവാൻ സാധ്യമല്ല. യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വെളിച്ചത്തിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാം. എന്ത് കാണിക്കാനാ? വഴി കാണിക്കുന്നു. ഇരുട്ടിൽ വെളിച്ചം ഒരു ടോർച്ച് അടിക്കുമ്പോൾ നമ്മളത് കൂടെ കാണുന്ന വെളിച്ചം കൊണ്ട് നമ്മൾ വഴി കണ്ടുപിടിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ വെളിച്ചമല്ലാതെ ഈ ലോകത്തിൽ വഴി കണ്ടുപിടിക്കാൻ യാതൊരു മാർഗമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇതിനകത്തെ വിളക്കെന്ന് പറയുന്നത് വേറെ ഒരു വിളക്കും ദൈവം വെച്ചിട്ടില്ല. എക്സാക്ട്ലി ഈ നിലവിളക്ക് മാത്രമേ ഉള്ളൂ. ഈ നിലവിളക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ വേറൊരു രീതിയിൽ കൂടെ അതിനെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കും. അതെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിച്ചം പറഞ്ഞു തരുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു. അപ്പോൾ ഇവിടെ ഈ സമാഗമ കൂടാരത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഒരു നിലവിളക്ക് ആണ് അവിടെ ഉണ്ട്. നിലവിളക്ക് അതിന് വെളിച്ചം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ നിലവിളക്കാണ് ഹോൾ ഏരിയയിൽ പ്രകാശം കൊടുക്കുന്നത്. ആ ഏരിയ മുഴുവൻ പ്രകാശം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇതിനകത്ത് ധൂപപീഠമുണ്ട്. ധൂപപീഠത്തിൽ നിന്ന് ധൂപമാണ്, പുകയാണ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യത്തേയുള്ളൂ. ദൈവത്തിൻ്റെ വലിയ പദ്ധതി നിങ്ങൾ നോക്കിക്കോണേ. അതിനകത്ത് നിൽക്കുന്ന പുരോഹിതന് ഒരു ദോഷവും വരാതെ വണ്ണം, ഒരു ശ്വാസം മുട്ടലും വരാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം ഈ സമാഗമ കൂടാരത്തെ അവിടെ സൂക്ഷിച്ചിരിക്കുക. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് കാഴ്ചയപ്പം വെക്കുന്ന മേശ. 12 അപ്പത്തെ അവിടെ കാണുന്നുണ്ട്. എന്താണ് ഈ അപ്പം ചൂണ്ടിക്കാണിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഇവിടെ സംഭവിക്കുന്ന ഈ അപ്പം എന്ന് പറയുന്നത് യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പോൾ എന്തു വേണം? ഈ അപ്പം കാണണമെങ്കിൽ എന്താണ് ആദ്യം ആവശ്യമായിരിക്കുന്നത്? വെളിച്ചമാണ് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചമില്ല എങ്കിൽ അപ്പം കാണത്തില്ല. അപ്പോൾ ഈ വെളിച്ചം മുഖാന്തരമായിട്ട് കാണുന്നതായിരിക്കുന്ന അപ്പം അത് ഭക്ഷിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ആ കാഴ്ചയപ്പം എന്ന് പറയുന്നത് ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശുവാണ് ദ ബ്രെഡ് ഓഫ് ലൈഫ്. അപ്പോൾ യേശു ജീവന്റെ അപ്പമാകുന്നുവെങ്കിൽ യേശുവാണ് അവിടെ ജീവൻ കൊടുക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കൂടാരത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് പുറത്തു നിന്നുള്ളൊരു ആഹാരമല്ല അവിടെ കിട്ടുന്നത്. അവിടെ കിട്ടുന്ന ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി വേർപെടുത്തി വെച്ചിരിക്കുന്ന അതാണ് അവർക്ക് ഭക്ഷിക്കുവാനുള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ ഈ അപ്പം മാറ്റുന്ന സമയത്ത് പുരോഹിതൻ അത് ഭക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നു, ഈ നിലവിളക്കിൽ കൂടെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന കാഴ്ചയപ്പമാണ് അവരുടെ ആഹാരമായിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ എന്തായിരിക്കുന്നു? ജീവനും
ചൈതന്യമുള്ളതാകുന്നു. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കടന്നു വന്നായിരിക്കുന്ന ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ മനസ്സിലാക്കണം, ഈ കൂടാരത്തിലേക്ക് കടക്കുന്ന വ്യക്തി കാണേണ്ടത് ദൈവത്തിന്റെ വെളിച്ചത്തിലാണ് അവൻ കാണേണ്ടത്. ഭക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെതാണ് ഭക്ഷിക്കേണ്ടത്. പക്ഷെ ഇത് സംഭവിക്കണമെങ്കിൽ ഈ വെളിച്ചം ആ അപ്പത്തിന്മേൽ കടന്നു വരാതെ ആ അപ്പം അവർക്ക് ഭക്ഷിക്കുവാൻ സാധ്യത. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ പറഞ്ഞ വേർഡ്, ആ അപ്പം ഭക്ഷിക്കുവാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചം ഇത് എന്ത് ചൂണ്ടിക്കാണിക്കുന്നു? ഒന്നുകിൽ കർത്താവായ യേശു അല്ലെ പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ ഈ അപ്പം അപ്പമായി ഭക്ഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ മറ്റുള്ളവർ തിന്നേച്ച് പോയതുപോലെ ഒരു വലിയ കൂട്ടം തിന്നേച്ച് പോകും. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. കർത്താവായ യേശുവിന്റെ പിന്നാലെ വന്നവരോട് യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഈ അടയാളം കണ്ടതുകൊണ്ടല്ല എൻ്റെ പിന്നാലെ വന്നത്, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്ന് പറഞ്ഞാൽ അവരപ്പം തിന്നതുകൊണ്ട് അവർ തൃപ്തരായി. അതേ ഉള്ളവരുടെ തൃപ്തി. എന്നാൽ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിലല്ലാതെ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാതെ, വേറെ രീതിയിൽ ഞാൻ അതിന് വ്യാഖ്യാനിച്ചാൽ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തി തരാതെ ഈ അപ്പം നമുക്ക് ഭക്ഷിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഇന്നാണെങ്കിലും നമ്മളത് ഭക്ഷിക്കണമെങ്കിൽ നമ്മൾ അപ്പം ഭക്ഷിക്കുന്നത് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ഒരിക്കലും അത് സാധ്യമാകത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ വിശുദ്ധ സ്ഥലത്തിൽ വെച്ചിരിക്കുന്ന 2 ഉപകരണങ്ങൾ, അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് കടക്കുമ്പോൾ അതിവിശുദ്ധം എന്നുള്ള സ്ഥലമുണ്ട്. അതിന് എന്തുണ്ട്? അതിന്റെ മുൻപിൽ ഒരു കട്ടൻ കിടപ്പുണ്ട്. ആ കട്ടൻ കൊണ്ട് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ചിരിക്കുകയാണ്. എന്താണ് ഈ കട്ടൻ വെളിപ്പെടുത്തുന്നത്? നിങ്ങൾ ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് അതിനാധാരമായിട്ട് എബ്രായലേഖനം 10-ാം അധ്യായം 19-20 വാക്യം, 19 and 20 വേഴ്സ്. യേശു തന്റെ ദേഹമെന്ന തിരശീല പ്രൈസ് ഗാഡ്, നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴി. അപ്പോൾ ഈ തിരശീല വെളിപ്പെടുത്തുന്നത്, നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ സമാഗമന കൂടാരത്തിലെ 3 വാതിലുകളെ കുറിച്ച്, 3 കർട്ടനുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. എന്താണ് ആ കർട്ടന്റെ പ്രത്യേകത എന്നുള്ളത്. എന്നാൽ അവസാനത്തെ കർട്ടനിലേക്ക് കടന്നു വരികയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശരീരം എന്ന തിരശീല, ആ തിരശ്ശീലയാണ് യേശു കീറിയത്. അഥവാ ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തെയാണ് അകമേയുള്ള കട്ടൻ ചൂണ്ടിക്കാണിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ അകത്തോട്ട് കടന്നു. അതാണ് വഴിയൊരുക്കിയത്. ഇവിടെ സമാഗമന കൂടാരത്തിൽ ഒരു കട്ടനാണ് അതിൻ്റെ വഴി തുറക്കുന്നതെങ്കിൽ കർത്താവായ യേശുവാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടക്കുവാനുള്ള വഴി തുറക്കുവാനായിട്ടിടയായി തീർന്നത്. എങ്ങനെ? തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ. അപ്പോൾ ഈ കട്ടൻ വെളിപ്പെടുത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വഴിയായി തുറന്നു തന്നു എന്നുള്ളതാ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കടന്നു വന്നു, ദൈവത്തിന്റെ വെളിച്ചം ഞാൻ പ്രാപിച്ചു, അതോടൊപ്പം തന്നെ ദൈവം വെച്ചിരിക്കുന്ന അപ്പം ഞാൻ ഭക്ഷിച്ചു. എന്നാൽ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് വിശുദ്ധ സ്ഥലത്തിൽ നിന്നാണ്. ഞാൻ ഇതുവരെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ദൈവം എനിക്ക് വെളിപ്പാട് തരുന്നുണ്ട്, ദൈവം എനിക്ക് ആലോചന പറഞ്ഞു തരുന്നുണ്ട്, എനിക്ക് ഈ അപ്പം ഭക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതൊക്കെ ഈ പുറത്ത് വിശുദ്ധ സ്ഥലത്തിന്റെ അനുഭവമേ ആയിട്ടുള്ളൂ. ഇതിനകത്ത് ഇനിയുണ്ട് അതിവിശുദ്ധ സ്ഥലം എന്നുള്ളൊരു അനുഭവം. അതിനകത്തോട്ട് കടന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് അവർ കടന്നു വരത്തുള്ളൂ. എന്നാൽ നെക്സ്റ്റ് സംഭവം നടക്കുന്നെന്ന് പറയുന്നത് ഈ പ്രത്യേകമായിരിക്കുന്ന അവസ്ഥയിൽ കൂടെ ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഈ പുരോഹിതൻ കടന്നു പോകുന്ന സ്ഥലമാണ് ധൂപപീഠം. ഈ ധൂപപീഠത്തിൽ എന്താ ചെയ്യുന്നത്? ഈ ധൂപപീഠത്തിൽ ദൈവത്തിനു വേണ്ടി ധൂപം കാട്ടുകയാണ്. നെക്സ്റ്റ് പോർഷൻ എന്ന് കാണിച്ചിട്ടത് ദൈവത്തിന് മുൻപാകെ ധൂപം കാട്ടുകയാണ്. കാരണം ദൈവം വസിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇതിന് തൊട്ടു മുൻപിലാണ് ആ തിരശ്ശീലയുള്ളത്. ആ തിരശ്ശീലയുടെ തൊട്ടും പിന്നിലാണ് ഈ ധൂപപീഠം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ധൂപപീഠത്തിന്റെ പുക നേരെ വിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുകയാണ്. ദൈവം അതിൻ്റെ സൗരഭ്യവാസനം മണത്തിട്ട് ദൈവം അവരെ തിരിച്ച് അനുഗ്രഹിക്കും. ഇതാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ധൂപപീഠം എന്തിനെ വെളിപ്പെടുത്തുന്നു? ധൂപപീഠം വെളിപ്പെടുത്തുന്നത് അതും
കർത്താവായ യേശുവിനെ വെളിപ്പെടുത്തുന്നു. എന്താണ് ധൂപപീഠത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത്? ധൂപപീഠത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ പ്രസാദമായി തീരുന്ന സുഗന്ധവാസനയാണ്. ദൈവത്തിന് അത് സൗരഭ്യമാണ്, ദൈവത്തിന് ഒരു സുഗന്ധവാസനയാണ്. ദൈവത്തിന് അതൊരു സുഗന്ധവാസനയാണെങ്കിൽ ദൈവം അതിന്റെ സൗരഭ്യം മണക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഈ ലോകത്തിൽ ദൈവത്തിന് സൗരഭ്യവാസന കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. ഒരു ധൂപപീഠത്തിനും ദൈവത്തിന് സൗരഭ്യവാസന കൊടുക്കുവാൻ സാധിക്കത്തില്ല. പിന്നെയോ സൗരഭ്യവാസന കൊടുത്തത് അരുമരക്ഷിതാവായ യേശു മാത്രം. അങ്ങനെയെങ്കിൽ യേശു തന്നെ ദൈവത്തിന് പ്രസാദമായി തന്റെ ജീവിതത്തെ അർപ്പിച്ചു എന്നുള്ളതാണ് ഈ ധൂപപീഠം വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. ദൈവം തന്റെ കർത്താവായ യേശു തന്നെ ദൈവത്തിന് പ്രസാദമായി തന്റെ ഈ ലോകത്തിലെ ജീവിതം, താൻ ഈ ലോകത്തിൽ ജീവിച്ചത് ദൈവത്തിന് പ്രസാദമായി, ദൈവത്തിന് സൗരഭ്യവാസനയായി. തൻ്റെതായിരിക്കുന്ന മരണം എന്ന് പറയുന്നത് ദൈവത്തിന് സൗരഭ്യവാസനയായി, തന്റെ യാഗം ദൈവത്തിന് സൗരഭ്യവാസനയായി. സൗരഭ്യവാസനയാകുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വെച്ച് ദൈവത്തെ യേശു പ്രസാദിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവായ യേശു ഇപ്രകാരം പറയുണ്ടായി, ഞാൻ എൻ്റെ ഇഷ്ടമല്ല ചെയ്യുവാൻ വന്നിരിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ സാധിച്ചത് കൊണ്ട് അതാണ് സൗരഭ്യവാസനയായിട്ട് കടന്നത്. ദൈവമക്കളെ ശ്രദ്ധിച്ചോണേ, ഇവിടെ അതിനു മുമ്പ് എനിക്കുണ്ടായിരുന്ന വെളിച്ചം, ആ വെളിച്ചത്തിൽ കൂടെ ഞാൻ അപ്പം ഭക്ഷിച്ച് ഞാൻ അകത്തോട്ട് കടക്കുമ്പോൾ അവിടെയും എനിക്കുള്ളത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല, പിന്നെയോ ദൈവത്തിന് വേണ്ടി പ്രസാദിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി ധൂപമായി നിൽക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ ധൂപപീഠം വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ വെളിപ്പെടുത്തുന്നു. ഇന്റർസെസറി പ്രയർ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ അത് വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന് മുൻപാകെ പ്രസാദമായിട്ട് നിൽക്കുന്ന ഒരു യേശു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുവരെ എങ്ങോട്ട് കടന്നില്ല, അതിവിശുദ്ധ സ്ഥലത്ത് കടന്നിട്ടില്ല. ദൈവം അനുവദിക്കൽ നമുക്ക് അടുത്ത ആഴ്ച അതിവിശുദ്ധ സ്ഥലത്ത് കടക്കാം. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്? ഇവിടെ ഈ പ്രത്യേകമായിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ പ്രാകാരത്തെക്കുറിച്ച് യാതൊന്നും തന്നെ പറയുന്നില്ല. ഒരു താമ്രത്തൊട്ടിയോ താമ്രയാഗപീഠത്തെക്കുറിച്ച് യാതൊരു കണക്കും പറയുന്നില്ല. പിന്നെയോ രണ്ട് കാര്യങ്ങൾ മാത്രം പറയുന്നു. ഒന്ന്, ഒരു വിശുദ്ധ സ്ഥലവും, രണ്ട്, അതിവിശുദ്ധ സ്ഥലവും. ഈ രണ്ട് സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് വിശുദ്ധ സ്ഥലത്തിൽ കൂടെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളോടുകൂടെയാണ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കേണ്ടതെങ്കിൽ നാം ഈ മൂന്ന് കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ ധൂപപീഠം ഇന്ന് വിശുദ്ധ സ്ഥലത്തിൽ വന്നിരിക്കുവാനുള്ള ഒരു കാരണം കൂടെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ആ ധൂപപീഠം ഇന്ന് എവിടെയായിരിക്കുന്നു? ധൂപപീഠം കർത്താവായ യേശു ക്രിസ്തു ആകുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ മരണം ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ യേശു എങ്ങോട്ട് കടന്നുപോയി? ദൈവസന്നിധാനത്തിലേക്ക് കടന്നുപോയി, ദൈവത്തിന് മുൻപാകെ കടന്നുപോയി. ഇന്ന് ധൂപപീഠം നിൽക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്തിന് വെളിയിലല്ല, ഇന്ന് ധൂപപീഠം നിൽക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ കർത്താവായ യേശുവിന് സാധ്യമായി തീർന്നു. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെങ്കിൽ ഈ ധൂപകലശം അകത്തു വരുവാൻ കാരണമായി. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.